മർക്കോസ് അധ്യായം 1. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ ആരംഭം. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവിടത്തേക്ക് വേണ്ടി പാത നേരെയാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിക്കുകയും പാപങ്ങളുടെ മോചനത്തിനായുള്ള മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. യഹൂദ്യ ഗ്രാമങ്ങളിൽ എല്ലായിടത്തു നിന്നുമുള്ളവരും യെരുശലേമിലുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അദ്ദേഹത്താൽ സ്നാനമേറ്റു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹാരം. അദ്ദേഹത്തിന്റെ സന്ദേശം ഇതായിരുന്നു: എന്നേക്കാൾ ശക്തനായ ഒരാൾ എന്റെ പിന്നാലെ വരുന്നു. അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ അദ്ദേഹം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്നു. അദ്ദേഹം യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനം ഏറ്റു. യേശു വെള്ളത്തിൽ നിന്നു കയറി വന്ന ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ ഇറങ്ങി വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഉടൻ തന്നെ ആത്മാവ് അദ്ദേഹത്തെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അദ്ദേഹം വന്യമൃഗങ്ങളോടുകൂടെ മരുഭൂമിയിലായിരുന്നു. ദൂതന്മാർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു പോന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിൽ വന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. യേശു ഗലീല കടൽ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ ശിമോനും സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല ഉപേക്ഷിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അയാളുടെ സഹോദരനായ യോഹന്നാനും വഞ്ചിയിലിരുന്ന് വല ഒരുക്കുന്നത് കണ്ടു. ഉടനെ അദ്ദേഹം അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ വഞ്ചിയിൽ വിട്ടിട്ട് അദ്ദേഹത്തെ അനുഗമിച്ചു. അവർ കഫർനഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ യേശു പള്ളിയിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. എന്തെന്നാൽ വേദജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ആ പള്ളിയിൽ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങേക്ക് ഞങ്ങളോട് എന്ത് കാര്യം? ഞങ്ങളെ നശിപ്പിക്കാനോ അങ്ങ് വന്നിരിക്കുമോ? അങ്ങ് ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധം തന്നെ എന്ന് അയാൾ നിലവിളിച്ചു പറഞ്ഞു. മിണ്ടരുത്, യേശു ശാസിച്ചു. അവനിൽ നിന്ന് പുറത്തു വരിക. ദുരാത്മാവ് ആ മനുഷ്യനെ തള്ളി വീഴ്ത്തിയ ശേഷം ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവന് വിട്ടുപോയി. ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ട്, ഇതെന്ത് അധികാരത്തോടു കൂടിയുള്ള ഒരു പുതിയ ഉപദേശം! അദ്ദേഹം ദുരാത്മാക്കളോട് പോലും കൽപ്പിക്കുകയും അവ അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് അന്യോന്യം പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത ഗലീല പ്രദേശത്തെ എല്ലായിടത്തും അതിവേഗം വ്യാപിച്ചു. അവർ പള്ളിയിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമോന്റെയും അന്ത്രയാസിന്റെയും വീട്ടിലേക്ക് പോയി. ശിമോന്റെ ഭാര്യാമാതാവ് പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അവളുടെ കാര്യം ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. യേശു അടുത്തു ചെന്ന് കൈക്കു പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. പനി വിട്ടുമാറുകയും അവൾ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ജനങ്ങൾ എല്ലാ രോഗികളെയും ഭൂതബാധിതരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ വന്നുകൂടി. പലവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന അനേകരെ യേശു സൗഖ്യമാക്കി. അനവധി ഭൂതങ്ങളെയും പുറത്താക്കി. താൻ ആരെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശു എഴുന്നേറ്റൊരു വിജന സ്ഥലത്തു ചെന്ന് പ്രാർത്ഥിച്ചു. ശിമോനും കൂടെയുള്ളവരും അദ്ദേഹത്തെ അന്വേഷിച്ചു ചെന്നു. എല്ലാവരും അങ്ങേ അന്വേഷിക്കുന്നു എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു. അതിന് യേശു, അടുത്തുള്ള ഗ്രാമങ്ങളിലും ഞാൻ പ്രസംഗിക്കേണ്ടതിന് നമുക്ക് അവിടേക്ക് പോകാം.
അതിനായിട്ടാണല്ലോ ഞാൻ വന്നത്. എന്നു മറുപടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവരുടെ പള്ളികളിൽ പ്രസംഗിച്ചും ഭൂതങ്ങളെ പുറത്താക്കിയും കൊണ്ട് ഗലീലയിലെല്ലാം സഞ്ചരിച്ചു. ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു കൈനീട്ടി ആ മനുഷ്യനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാവുക എന്നു പറഞ്ഞു. തൽക്ഷണം കുഷ്ഠം അയാളെ വിട്ടുമാറി. അയാൾ ശുദ്ധനായി. യേശു ഉടനെ കർശനമായ ഒരു താക്കീത് നൽകി അയാളെ പറഞ്ഞയച്ചു. നോക്കൂ, ഇതാരോടും പറയരുത്. എന്നാൽ നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശെ കൽപ്പിച്ചിട്ടുള്ള വഴിപാട് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അയാൾ പോയി എല്ലാവരോടും ഈ വാർത്ത പറഞ്ഞ് പ്രസിദ്ധമാക്കി. അതുകൊണ്ട് യേശുവിന് പരസ്യമായി പട്ടണത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കാതെ വന്നു. അദ്ദേഹം പുറത്തു വിജനസ്ഥലങ്ങളിൽ പാർത്തു. എന്നിട്ടും ജനങ്ങൾ എല്ലായിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൂടി.